എല്ലാ കൂട്ടുകാർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇന്ന് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കൂർ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിനകത്താണ് നമ്മൾ നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഇഷിതയുടെയും മഹേഷിന്റെയും അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ വിശേഷങ്ങൾ കാണുന്നവര് മറക്കാതെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാനായിട്ട് പോകുന്നേ, ശ്രുതിയുടെ ഇളയച്ചൻ അങ്ങോട്ട് വരുവാണ്. സുന്ദർദാസ് എന്നൊക്കെ പേരൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ മാറ്റിയാണ് ബീരാൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വീകരണം കൊടുക്കാനായിട്ട് ചന്ദ്രമതി കൂട്ടർ അങ്ങനെ നിരന്ന് നിൽക്കുവാണ്. ഈ സമയം മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഇതാരാന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ഇതെന്റെ അച്ചമ്മയാന്ന് പറയണം. ഓ മനസ്സിലായി, ഗ്രാൻമദ്ര ഹൗവാറിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു, അതെ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രുതി, കണ്ടതിൽ വലിയ സന്തോഷം ഉണ്ടെന്ന് പറയാണ്. ആ സമയം ചന്ദ്രമതി ചോദിച്ചു, അല്ല രേവതി നീ ഇതെന്ത് നോക്കി നിൽക്കും? അത് ആരതിയൊക്കെ ഇങ്ങോട്ട് പെട്ടെന്ന് ഒഴിയാൻ പറയണം, ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി ആരതി എടുത്തോണ്ട് വന്നു. ആ സമയം ശ്രുതിയോടായിട്ട് പറഞ്ഞു, ഇത് മോളെ നീയും കൂടെ അങ്ങോട്ട് പിടിക്കാൻ പറയണം ആരതിയല്. ആ വർഷ ഇതൊക്കെ മാറി ഞാൻ ഈ നാട്ടുകാരി അല്ലെന്ന് മറ്റും നിൽക്കുകയാണ്. അപ്പൊ വർഷയോട് പറഞ്ഞു, മോളെ നീ ഇതെന്ത് നോക്കി നിൽക്കുക, നീയും കൂടെ ഇങ്ങോട്ട് വരാൻ പറയാം. ഞാൻ വന്നാൽ ശരിയാവില്ല ആൻറ്റി എന്ന് പറയാം. അതെന്താ എനിക്കറിയില്ല എന്ന് പറയാം. ഇമാതിരി കലാപരിപാടികളൊക്കെ, ഇത് കലാപരിപാടികളൊന്നും അല്ല മോളെ എന്ന് പറയാം. മോളും കൂടെ വരാൻ പറയാണ്. വേണ്ട ഞാൻ വന്നാൽ ശരിയാകത്തില്ല, എങ്ങാനും വല്ല അത് തട്ടിമറിഞ്ഞ് തീയെങ്ങാനും ദേഹത്ത് വീണിട്ടുണ്ടെങ്കിൽ ആരതി ഒഴിയേണ്ട സമയത്തെ. ഇത് കേട്ടതും ബീരാൻ ചോദിച്ചു, തീപ്പൊരി വീഴാനോ? എന്നാ വേണ്ടെന്ന് പറയണം. രേവതി പറഞ്ഞ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം. അവസാനം ചന്ദ്രമതിയുടെ ഇത് സഹിക്ക വയ്യാതെ, ചന്ദ്രമതിയുടെ പറച്ചിൽ സഹിക്ക വയ്യാതെ വർഷയും കൂടെ വന്ന് ആരതി തട്ടെ പിടിക്കണം. അങ്ങനെ 3 മരുമക്കളും കൂടി ചേർന്ന് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ്. ചന്ദ്രമതി നിലത്തൊന്നുമല്ല നിൽക്കുന്നത്. ചന്ദ്രമതി പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നു. പിന്നീട് അവിടെയുള്ള ആ ചെയറുണ്ടായിരുന്നു, ചരകസാരയിലേക്ക് ആ ടർക്കിയൊക്കെ ഒന്നുകൂടെ കുടഞ്ഞൊന്ന് വിരിച്ച് സെറ്റാക്കി ഇടുവാണ്. രവീന്ദ്രൻ ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നോക്കി നിൽക്കുക. ഇത്രയും കാലമായിട്ടും തനിക്ക് വേണ്ടി ഇങ്ങനെയും ചെയ്തു തന്നിട്ടില്ല. പക്ഷെ ശ്രുതിയുടെ ഇളയച്ചൻ വരുവാന്ന് പറഞ്ഞപ്പോൾ എന്താ ചന്ദ്രമതിക്ക് സന്തോഷം, എന്താ നെട്ടോട്ടം. പിന്നീട് അയാൾ അങ്ങോട്ട് കയറി വരിക. അപ്പം കറുത്ത കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്, സുന്ദർദാസ് എന്നാ പേരൊക്കെ ഇട്ടേക്കുന്നേ. അപ്പൊ കറുത്ത കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇങ്ങനെ വെച്ച് കയറി വരുന്ന സമയത്ത് പെട്ടെന്ന് അവിടെയുള്ള തൂണെ തലയിടിക്കുകയാണ്. തലയിടിച്ചെന്ന് പറയാണ്. ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, അതെ ആദ്യം ആ ഗ്ലാസ് ഒന്ന് എടുത്ത് മാറ്റാൻ പറയാണ്. കറുത്ത ഗ്ലാസും വെച്ചോണ്ട് എന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തൂണൊക്കെ കാണുമെന്ന് നിൽക്കും. ശരി ഐസി, ഇപ്പോഴും ഞാനത് ഓർത്തെ എന്ന് പറഞ്ഞിട്ട് ആ കറുത്ത ഗ്ലാസ്സൊക്കെ അങ്ങോട്ട് മാറ്റുകയാണ്. പിന്നീട് ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ചിട്ട് പറഞ്ഞു, കുറെ പഴക്കമുള്ള വീടല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപടി ചന്ദ്രമതി പറഞ്ഞു, അതെ കുറെ പഴക്കമുണ്ടെന്ന് പറയാം. വെറുതെ അല്ല. ഈ സമയത്ത് ചന്ദ്രമതി, ദൈവമേ ഇനിയിപ്പോ ഈ പഴക്കമുള്ള വീടിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാവുമോ? ചന്ദ്രമതി ചാടിക്കയറി പറഞ്ഞു, ഇതിന് ഉടനെ അധികം വൈകാതെ തന്നെ ഈ വീട് പൊളിച്ച് പുതിയ വീട് പണിയൂന്ന് പറയാം. അങ്ങനെയാണെന്ന് ചോദിക്കണം. ഇത് കേട്ടെന്ന് കലാപതി മുത്തശ്ശി ചോദിച്ചു, നിന്നോട് ആരടി പറഞ്ഞേ ഈ വീട് പൊളിക്കുമെന്ന് ഞാൻ പറഞ്ഞോന്ന് ചോദിക്കുക. ചന്ദ്രമതിക്ക് മിണ്ടാട്ടം മുട്ടിപ്പി. അല്ല ഒരു കാര്യം ചോദിച്ചിട്ട്, നിനക്കും കുറെ പഴക്കമുണ്ടല്ലോ, അന്ന് ഒരു ബുൾഡോസർ കൊണ്ടുവന്ന് നിന്നെ അങ്ങോട്ട് ഇടിച്ച് നിരപ്പാക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ചന്ദ്രമതിയുടെ മുഖം വിളറി വെളുത്ത് നിൽക്കുകയാണ്. മുത്തശ്ശിയുടെ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവള് വന്നേക്കുന്നു എന്ന് പറയാണ്. പിന്നീട് മുത്തശ്ശി ബീരാനോടായിട്ട് പറഞ്ഞു, അതെ ഇത് ഒത്തിരി പഴക്കമുള്ള വീടാണ്, പാരമ്പര്യമായിട്ട് എൻ്റെ ഭർത്താവായിട്ട് പണിത വീടാണ്. അപ്പം ഞാനിത് വീട് കളയാതെ കാത്തു സൂക്ഷിച്ച് പോന്നുകൊണ്ടിരിക്കുന്ന പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനുള്ള വീടാണെന്ന് പറയണം. ഇപ്പം മനസ്സിലായി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വീടുകളൊക്കെ. നമ്മുടെ നാട്ടിൻപുറത്ത് ഇങ്ങനത്തെ വീടുകളൊക്കെ കാണാൻ പറ്റുള്ളൂ. അങ്ങ് സിംഗപ്പൂർ ഇതൊന്നും ഇല്ലെന്ന് പറയണം. സിംഗപ്പൂരോ? എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. മലേഷ്യയിലാണ് ശ്രുതിയുടെ ഇളയച്ചെന്ന കാര്യം ഇരുന്ന, ഇപ്പോഴാണ്ട കിടക്കണു സിംഗപ്പൂരാന്ന് പറയണം. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നല്ലോ. പെട്ടെന്ന് തന്നെ ചന്ദ്രമതി സിംഗപ്പൂരോ എന്ന് ചോദിക്കണം. ശ്രുതിക്ക് അപകടം എടുത്തു. ശ്രുതി പറഞ്ഞു, അത് പിന്നെ സിംഗപ്പൂരും ഉണ്ട് വീട്, അവിടുത്തെ വീടിന്റെ കാര്യം പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും, സിംഗപ്പൂർ ഇടയ്ക്ക് നിൽക്കും, പിന്നെ ഇടയ്ക്ക് മലേഷ്യയിൽ നിൽക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പം ബീരാൻ ചോദിച്ചു, അല്ല കഥ മൊത്തം മാറിപ്പോയ മോളേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ചോദിച്ചു, കഥയോ? എന്ത് കഥ? അല്ല ശ്രുതി, കടയുടെ കാര്യം പറഞ്ഞ, കാരണം ഈ സിംഗപ്പൂരും കുറെ കടയുള്ളതുകൊണ്ടേ. അങ്ങനെ. ഈ സമയത്ത് തന്നെ അയാൾ വീണെടുത്ത് കിടന്ന് ഉരുളുവാണ്. വീരാൻ പറഞ്ഞു, അതെ സിംഗപ്പൂരും കുറെ കടയുണ്ട്, അതുപോലെ തന്നെ മലേഷ്യയിലും കുറെ കടയുണ്ട്. അപ്പൊ രണ്ടും കൂടെ നോക്കി നടത്തണ്ടേ? ഈ പറയണേ ശ്രുതിയുടെ അച്ഛന് ഭയങ്കര തിരക്കുകളും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പൊ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കണേന്നൊക്കെ പറയണ.
ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നീട് അങ്ങനെ അവിടെ ഇരിക്കുവാണ്. ഇരുന്ന് കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി നോക്കുവാണ്. ഈ സമയം ശ്രുതി ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ്. കണ്ണുകൊണ്ട് കാണിച്ച് കഴിയുമ്പോൾ അയാൾ പറഞ്ഞു, അതേ ശ്രുതിയുടെ അച്ഛൻ ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ മലേഷ്യ ഭയങ്കര തിരക്കായതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഓരോ ദിവസവും ഓരോ കൺട്രി കൂടെ ഇങ്ങനെ പറന്ന് നടക്കുമല്ലേ, അപ്പൊ അതുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊങ്കലാകുമ്പത്തേനും പൊങ്കൽ തട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടു തരണമല്ലോ, അതുകൊണ്ട് അത് കൊണ്ടു എന്നെ തന്നു വിട്ടണമെന്നൊക്കെ പറയണം. പിന്നീട് എന്ത് ചെയ്യാണ്, കവറൊക്കെ തുറന്നിട്ട് സുധിക്കുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. എന്നിട്ട് അത് സുധീനെ വിളിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുവാണ്. സുധീനെ വിളിച്ച് അതങ്ങോട്ട് കൊടുത്തു. പിന്നീട് ശ്രുതിയുടെ നേരം നോക്കുമ്പോൾ ശ്രുതി കൈയും കൊണ്ട് കാണിക്കുകയാണ് മറ്റേ ചെയിൻ എടുത്ത് കൊടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ പറഞ്ഞു, ഇങ്ങോട്ട് വാ മരുമോനെ എന്ന് പറയണം. വിളിച്ചിട്ട് എന്ത് ചെയ്യാണ്, ആ ചെയിൻ അങ്ങെടുത്ത് കൊടുക്കണം. ചന്ദ്രമതിക്ക് ഇതിൽ പരൊരു സന്തോഷം വേറെയില്ല. ഇത്ര നല്ലൊരു കാര്യം ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ഇത്ര പെട്ടെന്ന് ശ്രുതിയുടെ ഇളയച്ചൻ വരുമെന്നോ, ശ്രുതിക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്നോ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ചന്ദ്രമതി. പിന്നീട് ശ്രുതിയോട് ചോദിച്ചു, ഓംലെറ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുവാണേ. ഓംലെറ്റോ? ആർക്കും ഒന്നും മനസ്സിലല്ല. ഓംലെറ്റ് ബ്രേസ്ലെറ്റാ പുള്ളിക്കാരൻ ഉദ്ദേശിച്ചേ, പക്ഷേ എങ്കില് ഓംലെറ്റ് എന്നാ പുള്ളിക്കാരൻ്റെ വായിക്കകത്ത് വന്നത്. ഈ സമയം വർഷ ചോദിച്ചു, അല്ല മരുമോന് വേണ്ടിയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് അവിടുന്ന് മുട്ടായമായിട്ടായിരുന്നോ അങ്കിള് പോതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് ആ പടം നാണക്കടയപ്പേ. ശ്രുതി പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് അങ്കിൾ ഇങ്ങനെയാ ഈ ബ്രേസ്ലെറ്റ് എന്നൊക്കെ ഓംലെറ്റ് എന്നൊക്കെ തിരിച്ചൊക്കെ പറയും, അതൊരു തമാശയാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടെ ചിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് സച്ചിയുടെ മഹേഷിന്റെ വരവ് അങ്ങോട്ടേക്ക്. സച്ചി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷോട് തെങ്ങ് നോക്കടാ, ചെരുപ്പൊക്കെ പുതിയത് കിടപ്പുണ്ട്. എന്താണെങ്കിലും മലേഷ്യ അങ്കിള് വന്നിട്ടുണ്ടെന്ന് പറയണ. ആഹാ കൊള്ളാലോ, അന്നാ പൊളിച്ചെന്ന് പറയണ. എടാ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് മഹേഷിനോട് പറയാം. എന്ത് സംശയം? ഈ പറയുന്ന ശ്രുതിക്ക് എന്തോ ഒരു കള്ളത്തരവില്ലെന്ന്. ഓ പിന്നെ അതൊക്കെ നിന്റെ തോന്നലായിരിക്കും എന്ന് പറയാം. അല്ലടാ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയണ. പിന്നീട് എന്ത് ചെയ്യണം? മഹേഷ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കത് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമുണ്ടെന്ന് പറയണം. ഒന്നുമില്ലേലും ശ്രുതിയുടെ ഇളയച്ചൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മലേഷ്യയിലുള്ള നല്ല ഉഗ്രം മദ്യമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. അവിടേക്കുള്ള ആൾക്കാർ ഒട്ടുമിക്കലും മദ്യപിക്കുന്ന ആണല്ലോ, കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ കരിക്കും കൊണ്ട് വന്നാണ്. കരിക്ക് വെട്ടാനായിട്ട് പോയതായിരുന്നു മഹേഷും സച്ചിയും കൂടെ. അങ്ങനെ കരിക്കും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഇളനീര് ഒഴിച്ച് കുടിക്കാനായിട്ട് നല്ല രുചിയായിരിക്കും അല്ലേ നിൽക്കുക. അതെ അതെ, നമുക്ക് നോക്കാം. ശ്രുതിയുടെ ഇളയച്ചനെ കിട്ടിയാ കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുവാണ്. അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും ശ്രുതിയുടെ ഇളയച്ചൻ പറയാം, ഈ പൊങ്കൽത്തട്ട് ദേ ഒരെണ്ണം ഇപ്പൊ തൽക്കാലത്തേക്കും കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പൊങ്കൽത്തട്ടിനകത്തേക്ക് ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം എടുത്തു വെക്കണം അവർക്ക് കൊടുക്കാനുള്ളത്. ഒരു 100 കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രുതിയുടെ അച്ഛൻ. പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറ, 100 കൊണ്ടുവരാനായിട്ട് 100 ആൾക്കാർ വേണമല്ലോ. അങ്ങനെ 100 ആൾക്കാരെ ഏർപ്പാടാക്കിയതാ. പക്ഷെ അവർക്കൊന്നും പിസ കിട്ടിയില്ല എന്ന് പറയണം. പെട്ടെന്ന് വർഷിച്ചു, പിസയോ? പിസ എന്ന് കഴിക്കുന്ന പിസയല്ലേ? ഈ സമയം ചന്ദ്രമതിക്കൊന്നും മനസ്സിലായില്ല. ചന്ദ്രമതി ചോദിച്ചു, പിസയോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി ചാടി പറഞ്ഞു, അയ്യോ പിസയല്ല അമ്മേ, വിസയുടെ കാര്യമാണ് പറഞ്ഞേ. ഞാൻ പറഞ്ഞില്ലേ ഈ ഇളയച്ചൻ എപ്പോഴും ഇങ്ങനെ ഓരോ തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയണം. അപ്പോഴേക്കാണ് സച്ചിയുടെ മഹേഷിന്റെ വരവ്. ഇത് കേട്ടോണ്ട് സച്ചി പറഞ്ഞു, ഓ അപ്പൊ ഇനി ആ ബാക്കി തട്ടുകളെല്ലാം കൂടെ നേരെ ഫ്ലൈറ്റിന് കയറ്റി ഇങ്ങോട്ട് വിടുവായിരിക്കും അല്ലേ എന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ അയാളിങ്ങനെ സച്ചിനെ ആകെപ്പാടെ നോക്കി. ആഹാ കരിക്ക് പെട്ടെന്ന് പയ്യൻ കൊള്ളാലോ, ഭയങ്കര കോമഡി ആണല്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി ചോദിച്ചു, എന്നെ കണ്ട എന്താ കരിക്ക് കിട്ടുന്നവരാണെന്ന് തോന്നിന്ന് ചോദിക്കാം. അല്ല കരിക്കുമായിട്ട് വന്നുകൊണ്ട് പറഞ്ഞ, ഓ അങ്ങനെയാണ് ഇപ്പൊ കറിയായിട്ട് വരുവാണെങ്കിൽ ഇറച്ചി കിട്ടുന്നവനാണിക്കുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അയാളൊന്ന് നോക്കി. അയാൾ പറഞ്ഞേ അങ്ങനെ ഒരിക്കലും അല്ലെന്ന് പറയണം. അങ്ങനെ ഒന്നും നമ്മൾ തെറ്റിദ്ധരിക്കുകയോ ചെയ്യില്ലെന്ന് പറയണം. ഈ സമയത്ത് സച്ചി ഇങ്ങനെ നോക്കിയവരെ. അപ്പൊ ചന്ദ്രമതി പെട്ടെന്ന് നീ എന്ത് നോക്കിയിരിക്കുക, നീ ആ കരിക്ക് വെട്ടിക്കൊണ്ട് കൊടുക്കാൻ പറയണം. പെട്ടെന്ന് രേവതിയോട് പറഞ്ഞു, രേവതി ആ മൂർച്ചയുള്ള കത്തിയും എടുക്കാൻ പറയണം. അപ്പൊ രേവതി പറഞ്ഞു, അരിവയ്ക്കിച്ച് മൂർച്ച കുറവാന്ന് പറയണം. ഇത് കേൾക്കേണ്ട താമസം. അപ്പൊ തന്നെ ചാടിക്കറി ബീരാൻ പറഞ്ഞു, അയ്യോ മൂർച്ച കുറവാണ്, അത് ചാണക്ക് വെച്ചാൽ മതി, പെട്ടെന്ന് മൂർച്ച ആവുമെന്ന് പറയാണ്. ഇത് കേട്ടപ്പം ശ്രുതി പെട്ടെന്നൊന്ന് തോണ്ടുവാണ്. ഇയാളിത് എന്തൊക്കെയാണെന്തോ പറഞ്ഞു വരുന്നേ, മിക്കവാറും പറഞ്ഞു ഇറച്ചി വെട്ടുകാരനാണെന്ന് തെളിയിക്കുമെന്നോ തോന്നേ. ആ ഒരു ടെൻഷനായിരുന്നു ശ്രുതിയുടെ മനസ്സ് നിറയുണ്ടായിരുന്നേ. പിന്നീട് സച്ചി കരിക്ക് വെട്ടാനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര ടെൻഷനായി. ദൈവമേ ഇയാള് കള്ളത്തരങ്ങളൊക്കെ ഇനി പിടിക്കുവോ, അങ്ങനെ ഒരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ്. അങ്ങനെ കരിക്ക് വെട്ടിക്കൊണ്ട് കൊടുക്കുവാണ് രേവതിയിലേക്ക്. കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിനെ നോക്കിയാണ് അയാൾ ചോദിച്ചു, അല്ല ഇതാരാന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഭർത്താവിൻ്റെ അനിയന്. ഓ മനസ്സിലായി, ആ കുടിയനാണോ എന്ന് ചോദിക്കുവാണ്. കുടിയനാണോന്നോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് സങ്കടം വന്നു. കാരണം എല്ലാവരുടെ മുന്നിൽ വെച്ചല്ലേ എങ്ങനെ ചോദിക്കുന്നേ. പെട്ടെന്ന് ശ്രുതിയോട് ചോദിച്ചു. രേവതി ചോദിച്ചു, അല്ല
സച്ചി കുടിക്കുന്നു മറ്റും ശ്രുതി എല്ലാവരും വിളംബരം നടത്തിക്കൊണ്ട് ഇരിക്കണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ എപ്പോഴോ പറഞ്ഞ സമയത്ത് അങ്കിളിനോടൊന്ന് പറഞ്ഞായിരുന്നു സച്ചി മദ്യപിക്കുന്ന, അത് പറഞ്ഞാന്ന് പറയാം. ഇത് കേട്ടേ സച്ചി പറഞ്ഞു, ഇപ്പൊ ഞാൻ വലിയ കുടികാരനല്ലേ, നിങ്ങളെല്ലാം വലിയ പുണ്യാളന്മാരല്ലേ എന്ന് ചോദിക്കണം. ആ സമയം കലാവതി മുത്ത് ചോദിച്ചു, എന്താ ശ്രുതി ഇതൊക്കെ എന്ന് ചോദിക്കുക. ശ്രുതി പറഞ്ഞു, അത് പിന്നെ അച്ഛമ്മേ, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ, പിന്നെ ഇളയച്ചൻ അത് കാര്യമായിട്ട് പറഞ്ഞല്ല, വെറുതെ പറഞ്ഞാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. സച്ചി പറഞ്ഞു, എല്ലാവരും കൊള്ളാന്ന് പറയണം, അപ്പം ഞാനൊക്കെ ഭയങ്കര ചർച്ചാ വിഷയം ആവുന്നുണ്ടല്ലേ, ഞാൻ എന്തോ വലിയൊരു തെറ്റ് ചെയ്യുന്ന പോലെയാണല്ലോ, ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് കുടിക്കുന്നതിന് ഇപ്പം ആർക്കാണോ പോലും ഛേദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുകയാണ്. ചന്ദ്രമതിക്ക് മനസ്സിലായി കളി പന്തിയാവത്തില്ലെന്നുള്ള. ഈ സമയം ചന്ദ്രമതി രേവതിയോട് പറഞ്ഞു, ആ ഇളനീര് അങ്ങോട്ട് കൊടുക്കാൻ പറയണം. അങ്ങനെ ഇളനീര് കൊടുക്കുന്ന സമയത്ത് ബീരാൻ പറഞ്ഞു, അയ്യോ ദൈവമേ, ഈ സമയത്ത് മലേഷ്യയിലൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ പോലെ തന്നെയാ, നല്ല ചൂടായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷം, ചൂടോ? ഈ സമയത്ത് അവിടെ ചൂട് കുറവാണല്ലോ അങ്കിൾ എന്ന് പറയാണ്. ചൂട് കുറവാണോ? ആ അതെ, ചൂട് കുറവാണ്. അല്ല അങ്കിൾ അവിടെ എവിടെയാ താമസിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം ബീരാനെന്ന് ആലോചിച്ചു, ഏത് പേര് പറയണം, വല്ല പൊട്ടത്തിനാ പറയുന്നെങ്കിൽ തീർന്നില്ല അതോടുകൂടി. അല്ലെങ്കിലെ മലേഷ്യയിൽ എവിടെയാ? മലേഷ്യയിൽ എന്ന് വെച്ചാൽ മലേഷ്യയിൽ അല്ല, മലേഷ്യയിൽ ഓരോ സ്ഥലമില്ലേ, ഇപ്പം നമ്മൾ കേരളത്തിൽ ഇങ്ങനെ ഓരോ സ്ഥലപ്പേര് പറയുന്ന കണക്ക് അതുപോലെ തന്നെ അവിടെയും കാണൂല്ലോ സ്ഥലപ്പേര്. അല്ല അത് പിന്നെയെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് കുറേ സ്ഥലങ്ങളുടെ പേരൊക്കെ വർഷ പറയണം, ആ സ്ഥലങ്ങളാണോ എന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ചാടിക്കറി ശ്രുതി പറഞ്ഞു, അതൊന്നും അല്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഏത് സ്ഥലമാണെന്ന് ചോദിക്കണം. അപ്പോഴേക്കും ശ്രുതി ഒരു സ്ഥലപ്പേര് പറഞ്ഞു, അവിടെയാന്ന് പറയാണ്. ആ അവിടെയാണോ എന്ന് ചോദിക്കണം. ആ സമയത്ത് ശ്രുതിയുടെ നെഞ്ചി പടപട ഒരു ഇരിപ്പ. എൻ്റെ ഭഗവാനെ, ഇങ്ങനെല്ലാം കുളവാക്കുന്ന ലക്ഷണമുണ്ട്. ഇങ്ങനെ പോരാത്തതിന് വർഷ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വിവരമൊക്കെ ഉള്ളതാണ്. അപ്പോൾ വർഷ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അതിന് കൃത്യമായിട്ട് മലേഷ്യയെ കുറിച്ചുള്ള മറുപടി കൊടുത്തില്ലെങ്കിൽ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞത് തന്നെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, കള്ളത്തരങ്ങൾ പൊളിയുവോ എന്നൊരു ടെൻഷൻ കാരണം ആകെപ്പാടെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയെ ശ്രുതി നിൽക്കുകയാണ്. പക്ഷെ സച്ചിക്ക് അപ്പോഴും തന്നെ സംശയം തോന്നി. കാരണം അയാൾ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയാനായിട്ട് ഭയങ്കര മടിയാണ് അയാൾക്ക്. എന്തോ ഒരു സംശയപ്പെട്ട് പറയുന്ന പോലെ ഒരു തോന്നലാണ് മനസ്സിലുണ്ടാകുന്നത്. ശ്രുതിക്ക് മനസ്സിലായി ഇനി ഇവിടെ കളി പന്തിയല്ലെന്ന്. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതെ ഇളയച്ചൻ മടുത്തു വന്നല്ലേ, ഇളയച്ചനകത്തേക്ക് വാ, ഈ ചേർ റെസ്റ്റ് എടുക്കാന്ന് പറയണം. വന്ന് ചേർ റെസ്റ്റ് എടുക്കാൻ പറയണം. അങ്ങനെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.